രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു യോഗത്തിന് ഇരിക്കാൻ പറ്റുമെങ്കിൽ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അധിക നേരമൊന്നും നീണ്ടു നിന്നിട്ടില്ലല്ലോ, അരമണിക്കൂർ കൂടി ഉണ്ടായിട്ടില്ലല്ലോ യോഗം. വാർത്താ സമ്മേളനം ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ഇപ്പോ ചില ആളുകളുടെയൊക്കെ തല ഉരുളും എന്നുള്ള രീതിയിൽ പാർട്ടിക്കകത്ത് ചർച്ചയുണ്ടായി എന്നാണ് ഇപ്പോ മാതൃഭൂമി ചാനൽ റിപ്പോർട്ട് ചെയ്തത്. അത് നിങ്ങളുടെ സ്വപ്നം മാത്രമാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ ആ കമ്മിറ്റിയിലും യോഗത്തിലും ഇരുന്ന ആളാണല്ലോ. അപ്പോൾ മാധ്യമങ്ങൾക്ക് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോ ഒരു കാലഘട്ടത്തിൽ ആരുടെയും തല ഉരുളുകയുമില്ല, ആർക്കെതിരെയും നടപടിയുമില്ല. താങ്കൾ ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ? കുറച്ച് മണ്ണ് വരെ തിന്നാൻ പാടില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഭാവനയ്ക്ക് അനുസരിച്ച് വാചകം ഞാൻ പറയട്ടെ, തനിക്കെതിരെ പാർട്ടിയിൽ ഉന്നത തലത്തിൽ ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നു, അവർക്കെതിരെ നടപടിയില്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ തുടരില്ല എന്ന് എം ടി രമേശ് പറഞ്ഞു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശിന് പറയാനുള്ള കാര്യങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പക്ഷേ സ്മൃതി, എനിക്ക് സമയം തരണം സംസാരിക്കാൻ. കാരണം മിസ്റ്റർ രാജേഷ് എത്ര നേരം സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ, ഞാൻ ഇടപെടാത്തത് ഞാൻ പല ചർച്ചകളിലും രാജേഷിന് ഞാൻ ഇടയിൽ കയറി സംസാരിച്ചാൽ ഒരല്പം വികാര വിക്ഷോഭമുള്ള ഒരാളാണ്. അതല്ലല്ലോ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി. അദ്ദേഹം മറുപടിയിലേക്ക് ഉത്തരം പറ. പറയുന്നതിന് മുൻപ് ഇത്രയും പുണ്യവാളനെ പോലെ സംസാരിക്കുന്ന കൃത്യം മറുപടി പറയും. വേറെ ആരോപണം ഉന്നയിക്കരുത് ശോഭ, ഇതിൽ മറുപടി പറയും. ഉന്നയിച്ചാൽ ഇക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവുമില്ല, ചുമ്മാ വല്ല ഗതി പിടിക്കാത്തത്. മറുപടി ഇല്ലാത്തതുകൊണ്ട് വേറെ ആരോപണം ഉന്നയിക്കരുത്. മറുപടി ഇല്ലാത്തതുകൊണ്ട് വേറെ ആരോപണം ഉന്നയിക്കരുത്. മലബാർ സിമന്റ്സിൽ അഴിമതി ശോഭ നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ വേണ്ടി മൂടി വെച്ച ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ കോർ കമ്മിറ്റി യോഗം ഭാരവാഹി യോഗമാണ്. മറ്റു വിഷയങ്ങൾ ഉന്നയിക്കാതിരിക്കൂ. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ചർച്ച ചെയ്യാൻ സൗകര്യം ഉണ്ടാവില്ല. കേരളത്തിൽ ഇന്നത്തെ ചർച്ചാ വിഷയം. ഇതിന്റെ തുടക്കം മുതൽ പറയുന്നുണ്ട് BJP ആണ് ചർച്ചാ വിഷയം. നിങ്ങൾക്ക് എപ്പോൾ പറയുമ്പോഴും ഒരു ലാബിന്റെ എടുത്തിടാം, മലബാർ സിമന്റ്സ് എടുത്തിടാം. മറുപടി നിനക്ക് വേറെ പണിയൊന്നുമില്ല ചെക്ക. എത്ര കിട്ടിയിട്ട് നീ എന്താ പഠിക്കാത്ത? ഇപ്പൊ രാജേട്ടൻ പറഞ്ഞല്ലോ, എന്താ പറഞ്ഞത്? അഴിമതിക്കെതിരെ രാജേട്ടൻ പറഞ്ഞതിന് ഞാൻ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാം. പക്ഷേ 5 കൊല്ലം അഴിമതിയുടെ വിഴുപ്പ് ഇയാൾക്ക് തലക്കെന്താ തകരാറാണ് മേഡം? ഈ അരവട്ടന്മാരെയൊക്കെ എന്തിനാ പണിക്കൊണ്ട് നടക്കുന്നത്? ഉയർന്നു. ശ്രീമാൻ രാജ്മോഹൻ സമൂഹത്തോട് പറഞ്ഞു എന്താ ഉറക്കം വരുന്നു. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം സോളാർ കേസിൽ ഏതെങ്കിലും ഒരുത്തരെ പുറത്താക്കിയോ? കോൺഗ്രസിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരുത്തരെ പുറത്താക്കിയോ? ഈ ജയരാജൻ എന്ന് പറയുന്ന മന്ത്രി, വകുപ്പ് മന്ത്രി നടത്തിയ അഴിമതിയുടെ പേരിൽ ആ പാർട്ടിയുടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തായ ആളാ ജയരാജൻ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസം എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ജനം കാണുന്നുണ്ട്. ജനം കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ശോഭയ്ക്ക് ഇന്ന് നടന്ന യോഗത്തെ പറ്റി ഒന്നും പറയാനില്ല. മറ്റാരോപണങ്ങൾ ഒരുപാടുണ്ടാകും, മറ്റു വിഷയങ്ങൾ ഒരുപാടുണ്ടാകും. ചർച്ച ചെയ്യുമ്പോ കോൺഗ്രസുകാരന്റെ അഴിമതി മാതൃഭൂമി ചാനലിന്റെ പ്രശ്നമല്ല, മാർക്സിസ്റ്റുകാരന്റെ അഴിമതി പ്രശ്നമല്ല എങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ട് ഞങ്ങൾ മറുപടി പറയൂ. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക്, വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാരും ഒന്ന് അറിയട്ടെ എന്ന്. നീ എന്റെ മാനം കളയരുത്, നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം. പത്രങ്ങളിലെ
തലക്കെട്ട് എന്താണ്? എന്താണ്? ചാനലുകളുടെ തലക്കെട്ട് എന്താണ്? ആ. ബിജെപിയുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ കോർ കമ്മിറ്റി യോഗം ചേർന്നു. ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ചർച്ച ചെയ്തതുകൊണ്ടാണ് എന്താണ് ചർച്ച ചെയ്തത്? ഞങ്ങൾ അഖിലേന്ത്യാ ശോഭ നിശബ്ദയായിരുന്നു. ശോഭ ഇവിടെയാണോ വെച്ചിരുന്നത്? നമ്മളുടെ അടുത്താണോ വെച്ചിരുന്നത്? കൊല്ലടാ എല്ലാം കൂടെ എന്നെ കൊല്ലേ അറ്റാക്ക് വന്ന് കുത്തിക്കട്ടി നെഞ്ചായത് എല്ലാം കൂടെ ടെൻഷൻ അടുപ്പിച്ച് ഇതങ്ങ് പൊട്ടിക്ക് കൊല്ലേ വരും. എങ്ങനെ സ്വപ്നം കണ്ടത്? സ്മൃതി എങ്ങനെ സ്വപ്നം കണ്ടിട്ടാ പറഞ്ഞത്? ഞങ്ങളുടെ പാർട്ടിയുടെ കോർ ഗ്രൂപ്പ് യോഗത്തിൽ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ല, കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് സ്മൃതിയാ പറഞ്ഞത്. എന്ത് തല ഉരുളും, ആരുടെ തല ഉരുളുമെന്നാ സ്മൃതി പറഞ്ഞത്? ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. എത്ര ഉന്നതനായാലും ഈ വാർത്ത പുറത്തു വിട്ടതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ കളിയുണ്ടെങ്കിൽ അവരുടെ തലയുരുളുമെന്ന് രാജ പറഞ്ഞതാണ് യോഗത്തിൽ. ഏത് യോഗത്തിൽ പറഞ്ഞു? നിന്റെ അച്ഛൻ അപ്പുള്ളി ഇതിനെ വല്ല മയക്കുമരുന്നും കുത്തിവെച്ച് കാലാകാലത്തേക്ക് ഒന്ന് മയക്കി കിടത്താൻ പറ്റുമോ? ഇവരെ കൊണ്ട് ഞാൻ തോറ്റ്. ഞാൻ കേട്ടില്ലല്ലോ. മാതൃഭൂമി ചാനൽ എങ്ങനെ പറയുന്നു? ഞാൻ കോർ ഗ്രൂപ്പ് യോഗത്തിലും സംസ്ഥാന ഭാരവാഹി യോഗത്തിലും മാതൃഭൂമി ചാനൽ എന്ന് പറയണ്ട, റിപ്പോർട്ട് ചെയ്തിട്ടാണ്. വേലി കിടന്ന പാമ്പിനെടുത്ത് എവിടെയോ വെച്ചതുപോലെ ആയല്ലോ വല്യേട്ടാ. ആരാണ് എസ് രാഗേഷ്? എസ് രാഗേഷ് ഞങ്ങൾ അറിയാത്ത ഒരാള് എങ്ങനെയാണ് ഞാൻ ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുക? ബിജെപി നേതാവാണ്. അല്ലല്ല, ബിജെപി നേതാവാണ്. തെറ്റാണ്. സ്മൃതിക്കെതിരെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പരാതി കൊടുക്കാം. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം, എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം എന്നെ പോലെ നിൽക്കുക. ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ബിജെപിക്ക് അങ്ങനെ ഒരു സംസ്ഥാന നേതാവില്ല, ജില്ലാ നേതാവില്ല, മണ്ഡല നേതാവില്ല, പഞ്ചായത്ത് നേതാവില്ല. പക്ഷേ നമുക്കൊക്കെ സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം. നിങ്ങൾക്കൊരു ബന്ധവുമില്ലാത്ത എസ് രാഗേഷിൽ നിന്നടക്കമാണ് മൊഴി ശേഖരിച്ചിരിക്കുന്നത് ശ്രീസൻ കമ്മിറ്റി. അത് ഞങ്ങളുടെ പാർട്ടിയുടെ മഹത്വം. നിങ്ങളുടെ പാർട്ടിയുടെ മഹത്വം പറയണ്ട, പാർട്ടിയുടെ മഹത്വം പറയണ്ട, പാർട്ടിയുടെ മഹത്വം പറയണ്ട. ശ്രീസനെ മിണ്ടാൻ അനുവദിച്ചിട്ടില്ല, ശ്രീസനെ മിണ്ടാൻ അനുവദിച്ചിട്ടില്ല. സ്മൃതി സ്വപ്നം കാണുകയാണ്. ഞങ്ങളുടെ സംഘടനയ്ക്കകത്ത്, ഞങ്ങളുടെ സംസ്ഥാന ഭാരവാഹി യോഗത്തിനകത്ത് എല്ലാവരും സംസാരിച്ചിട്ടുണ്ട്. ഒരു ജീവപര്യന്തം എത്ര വർഷം അറിയാമോ? അങ്ങനെ ഇത്ര വർഷമൊന്നുമില്ല, എത്ര വർഷം വേണോ ആകാം. എന്തായാലും മിനിമം ഒരു 15 കൊല്ലം വരും. എന്തിനാ? നിങ്ങൾ കൊന്നിട്ട് ജയിലിൽ പോകാൻ. ഞങ്ങൾക്കൊന്നും മടിശീലയിൽ കനമില്ല. മടിശീലയിൽ കനമില്ലാത്തവർക്ക് കനമുള്ളവരുമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളല്ല കണ്ടുപിടിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. യോഗം ചർച്ച ചെയ്തല്ലോ. കഴപ്പൊന്നല്ലാതെ എന്ത് പറയാ. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ. കഴിഞ്ഞ യോഗത്തിൽ വ്യാജ രസീത് ഉണ്ടാക്കിയല്ലോ. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ എന്റെ നെഞ്ചത്തൂടെ കയറ്റി ഇറങ്ങണം. പുല്ലേ ഒന്ന് അടിച്ചു കളയാമെന്ന് കരുതി കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കുറെ നേതാക്കന്മാർ രംഗത്ത് വന്നാൽ അതൊന്നും ഏറ്റെടുത്തുകൊണ്ട് കാശിക്ക് പോകുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാ. ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ച് പരിശോധിക്കട്ടെ, അന്വേഷിക്കട്ടെ. അവൾ നോർമൽ അല്ല. നോർമൽ ആയിട്ടുള്ള ഒരു പെണ്ണും ചെയ്ത കാര്യങ്ങളല്ല അവളുടേത്. കേന്ദ്ര അന്വേഷണം വേണോ? മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കാമല്ലോ. CBI അന്വേഷണം വേണോ? അതിനും ഞങ്ങൾ തയ്യാറാ. പിന്നെന്താ പ്രശ്നം? തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എന്താ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. CBI അന്വേഷണത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് ആവർത്തിച്ച് പറയുന്നതിന്റെ ലക്ഷ്യം മനസ്സിലായി. കാരണം അത് മടിയിൽ കനമുള്ളത് കൊണ്ടാണ്. നീ കാലക്കിട്ടോ ഒരു 10 മിനിറ്റ് എനിക്ക് റെസ്റ്റ് വേണം. എന്റെ തല പെരുക്കുന്നു. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്.